ഞാനൊരു വചനം ദൈവമക്കളുടെ മുമ്പിൽ തുറക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 3 മൂന്നാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങൾ 29 and 30 പരസ്യമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 3 വേർഡ്സ് 29 and 30, 3-ാം അധ്യായം 29-ാം വാക്യം 30-ാം വാക്യം. പ്ലീസ്. மணவாட்டியை உடையவனே, மணவாளன் மணவாளனுடைய தோழனோ அருகே நின்று அவருடைய சொல்லை கேட்கிறவனாய் மணவாளனுடைய சத்தத்தை குறித்து மிகவும் சந்தோஷப்படுகிறான். இந்த சந்தோஷம் இப்பொழுது எனக்கு சம்பூரணமாயிற்று. அவர் பெருகவும் நான் சிறுகவும் வேண்டும். ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ ഫിലിപ്പിയായിൽ ചെന്ന് വചനം പ്രസംഗിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. എന്തിനു വേണ്ടി? വചനം കേൾക്കുവാൻ. നമുക്ക് വചനം തുറക്കാനേ അധികാരമുള്ളൂ. ഹൃദയം തുറക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് വന്ന ദൈവമക്കൾ, ഈ ശബ്ദം എവിടെല്ലാമുണ്ടോ അവിടെയെല്ലാം ദൈവം ഹൃദയങ്ങളെ തുറക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവിടെ വായിച്ചു കേട്ട വചനത്തിൽ മണവാളൻ എന്നുള്ള പദം ഒന്നിലധികം പ്രാവശ്യം പറയുന്നുണ്ട്. മലയാളത്തിലെ വാക്യം ഞാൻ വായിക്കുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. എൻ്റെ സന്തോഷം സമ്പൂർണമായിരിക്കുന്നു. അവൻ വളരട്ടെ, ഞാനോ കുറയാം. തമിഴിൽ എങ്ങനെ വായിക്കുന്നേ? അവൻ പെരുകവും ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറ, അവൻ വളരട്ടെ, ഞാൻ കുറയാം. വളരെ പ്രധാനപ്പെട്ട 1-2 ദൈവിക ശബ്ദങ്ങൾ. അവനായ ഒരാൾ ഈ ഉലകത്തിൽ വേറെ ഇല്ല എന്ന അനുഭവത്തിൽ അറിഞ്ഞ ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ കേരളക്കരയിൽ പ്രസംഗിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു വിടുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു വട്ടം അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ വെട്ടാതെ 1000 വട്ടം നോക്കിയിരിക്കത്തക്കവണ്ണം ഇത്ര സർവാംഗ സുന്ദരനായ ഒരു നാമം ഉലകത്തിലുണ്ടെങ്കിൽ അവൻ്റെ പേരാ നസറായനായ യേശു. കരമുയർത്തി പറ യേശു. പോരാ, ശബ്ദമുയർത്തി പറ യേശു. സ്നാപക യോഹന്നാൻ്റെ ശക്തമായൊരു പ്രസ്താവന, അത് മണവാളനെ കുറിച്ചുള്ള പ്രസ്താവന. യേശു കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി സ്വർഗം അയച്ച കുടുംബത്തിൽപ്പെട്ടയാളാണ്, പുരോഹിത കുടുംബത്തിൽപ്പെട്ടയാൾ. പുരോഹിത ശുശ്രൂഷ ശക്തിയോടെ ആലയത്തിൽ ചെയ്തിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ് സഖറിയാവ്. യൗവനത്തിൽ വിവാഹം കഴിഞ്ഞ് കാണാം, പക്ഷേ വാർദ്ധക്യം വരെ ഒരു തലമുറയ്ക്ക് വേണ്ടി, ഒരു ജനറേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു നല്ല മനുഷ്യൻ, പേര് സഖറിയാവ്. നിങ്ങൾ ശ്രദ്ധിച്ച്, കുടുംബത്തെ കർത്താവ് ഒന്നാക്കി ചേർക്കുന്നതിൻ്റെ പല ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ശാപമില്ലാത്ത തലമുറകളെ ഈ പ്രപഞ്ചത്തിന് ദാനമായി കൊടുക്കുക. ഒന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല ഉദ്ദേശങ്ങളിൽ പ്രധാനമായ ഉദ്ദേശമാണ് ശാപമില്ലാത്ത തലമുറകളെ ഈ പ്രപഞ്ചത്തിൽ കൈമാറുക. അല്ല എങ്കിൽ വംശനാശം സംഭവിപ്പാൻ സാധ്യതയുണ്ട്. അടുത്ത ജനറേഷന് വേണ്ടി ദൈവം സ്ഥാപിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഖറിയാവും എലിശബത്തും ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ വാർദ്ധക്യം വരെ ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? നമ്മൾ ലൂക്കോസ് വിശേഷം തുറന്ന് വായിച്ചു വരുമ്പോൾ പ്രഥമ താളുകളിൽ സഖറിയാവിൻ്റെയും എലിശബത്തിൻ്റെയും ജീവിത കഥകൾ അതിൻ്റെ അകത്ത് വളരെ വിശാലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഖറിയാവും എലിശബത്തും അവർക്കൊരു ശുശ്രൂഷയുള്ള കുടുംബമാണ്. പക്ഷേ അവർക്ക് തലമുറകൾ ഇല്ലായിരുന്നു. തലമുറകൾ ഇല്ല എന്നുള്ള ചിന്തയിൽ അവർ ഒരിക്കലും അവരുടെ മിനിസ്ട്രി മാറ്റി വെച്ചിട്ടില്ല.
എനിക്ക് നീ മറുപടി താ, അതിനുശേഷം എനിക്കൊരു കുഞ്ഞിനെ താ, അതിനുശേഷം ഞാൻ ചർച്ചിൽ പോയി എൻ്റെ ഊഴിയം ചെയ്യാം, എൻ്റെ വേല ചെയ്യാം, എൻ്റെ മിനിസ്ട്രി ചെയ്യാം എന്ന് സെക്കറിയാവ് പറഞ്ഞില്ല. എൻ്റെ മറുപടി നീ തരുമോ തരാതിരിക്കുമോ ഇതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രയോറിറ്റി നീ തന്ന മിനിസ്ട്രി ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാ. ഓ ഹല്ലേലൂയ എന്ന് വെച്ച് മറുപടി ദൈവം തരാതിരിക്കത്തില്ല. മറുപടിയേക്കാൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തേക്കാൾ വലുതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ വേല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ സെക്കറിയാവ് തൻ്റെ ശുശ്രൂഷയിൽ വളരെ വിശ്വസ്തത പുലർത്തിയിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ദൈവം എന്താ ചെയ്തു തരേണ്ടത്, അത് ദൈവം ചെയ്തു തരും. കാര്യം അവൻ ദൈവമാണ്. അവന് നിങ്ങളുടെ മറുപടി തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല നീ ദൈവത്തെ സേവിക്കുന്നത്. നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ച ഒരു വിഷനുണ്ട്, ഒരു കോളിംഗ് ഉണ്ട്, ഒരു വിളിയുണ്ട്. അത് ഫുൾഫില്ല് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദാവീദിന്റെ കാലത്താണ് കൂറുകളായിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് ഒത്തിരി ശുശ്രൂഷകന്മാരുള്ളത് കൊണ്ട് ഒറ്റ ആലയത്തിൽ ഒത്തിരി പേർക്ക് ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ട് കൂറുകളായി തിരിച്ച് 24 ഗണങ്ങളാക്കി മാറ്റി അതിൽ അബിയാക്കൂറിന്റെ ക്രമപ്രകാരമുള്ള വ്യക്തിയാണ് സെക്കറിയാവ് എന്ന് പറയുന്നത്. സെക്കറിയാച്ചനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ആ കുപ്പായത്തിന്റെ സവിശേഷതകളൊക്കെ മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ പറയാനേ എനിക്കറിയാവൂ. തമിഴിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന എനിക്കറിയത്തില്ല. മലയാളം കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുക, നീളക്കുപ്പായവും നീല നിലയങ്കിയും നടുക്കെട്ടും അരക്കെട്ടും ഒക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പതക്കവും ഏഫോദുമൊക്കെ ധരിച്ച് 2 ചുമൽക്കണ്ടങ്ങളിൽ 6 ഗോമേതക കല്ല്, ഇവിടെ 6 ഇവിടെ 6, അങ്ങനെ 12 ഗോമേതക കല്ലൊക്കെ വെച്ച് ആ 12 ഗോമേതക കല്ലിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരങ്ങോട്ട് എഴുതി. ഏതാ 12 ഗോത്രപിതാക്കന്മാരുടെ പേര്? രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ. 12 ഗോത്രപിതാക്കന്മാരുടെ പേരുമൊക്കെ കൊത്തി ആ നീളക്കുപ്പായത്തിന്റെ താഴെ പൊന്മണികളും മാതളപ്പഴങ്ങളെല്ലാം കെട്ടിത്തൂക്കി. എത്ര ആഢ്യത്വമുള്ള വസ്ത്രധാരണമാണെന്നറിയാമോ? ആമേ, പഴയ നിയമത്തിലെ പുരോഹിതന്റെ വസ്ത്രധാരണം ആര് കണ്ടാലും ഒരു സലാം, സല്യൂട്ട് എന്ന് പറയത്തക്കവണ്ണം ഘനഗംഭീരമായിരുന്നു ആമേൻ പഴയ നിയമത്തിലെ പുരോഹിതന്റെ വസ്ത്രധാരണം. എന്നിട്ട് ആലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആലയത്തിൽ 3 പാർട്ടാണ്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്, പിന്നെ മോസ്റ്റ് ഹോളി പ്ലേസ്. ഈ പുരോഹിതന്റെ ശുശ്രൂഷ ഹോളി പ്ലേസിന്റെ അകത്ത് വിശുദ്ധ സ്ഥലത്താണ് തൻ്റെ ശുശ്രൂഷ. എങ്ങനെയാണ് താൻ ശുശ്രൂഷിക്കുന്നത്? മലയാള ബൈബിളിലെ പദങ്ങൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 5 വിധ സാധനങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ധൂപവർഗം കയ്യിലെടുത്ത് സെക്കറിയാവ് ധൂപം കാട്ടുകയാ. നറുംപശ, ഗുൽഗുലു, ഹൽബാന പശ, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്. മലയാള ബൈബിളിലെ പദങ്ങളെ എന്നോട് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. 5 വിധ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ധൂപവർഗം ഉണ്ടാക്കി ഹോളി പ്ലേസിന്റെ അകത്ത് പുരോഹിതനായ സെക്കറിയാച്ചൻ ശുശ്രൂഷിക്കുകയാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, വാർദ്ധക്യം ശരീരത്തെ തലോടിയ സമയം, ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കാതെ എന്നും കർത്താവിന്റെ മുമ്പിൽ ആമേൻ ഒരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സെക്കറിയാവ് തനിക്ക് ചീട്ട് വീണു, തനിക്ക് നറുക്ക് വീണു ആലയത്തിൽ പോയി ശുശ്രൂഷിക്കുവാൻ. വളരെ പെട്ടെന്ന് നീളക്കുപ്പായവും നീല നിലയങ്കിയും നടുക്കെട്ടും അരക്കെട്ടുമൊക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പതക്കവും ഏഫോദുമൊക്കെ ധരിച്ച് ആമേ ചുമൽക്കണ്ടങ്ങളിൽ ഗോത്രപിതാക്കന്മാരുടെ പേരുമൊക്കെ കൊത്തി, മാതളപ്പഴങ്ങളും പൊന്മണികളും കെട്ടിത്തൂക്കിയിട്ട് കയ്യിൽ ധൂപവർഗം എടുത്ത് ആലയത്തിലേക്ക് പോകുന്ന പുരോഹിതന്റെ ഫേസിലേക്ക് നോക്ക്. മക്കളില്ലാത്തതിന്റെ വേദന ആ ഫേസിലില്ല. കയ്യിലിരിക്കുന്ന ധൂപവർഗത്തിന്റെ സൗരഭ്യം ആ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. കാര്യം താൻ മിനിസ്ട്രി ചെയ്യാൻ പോകുന്നത് മനുഷ്യന് വേണ്ടിയല്ല, സർവശക്തനാകുന്ന ദൈവം ഏൽപ്പിച്ചത് ഫുൾഫില്ല് ചെയ്യുവാൻ താൻ നടന്നു പോകയാ.
ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരെങ്കിലും കൈ ഒന്ന് അടിച്ചാൽ അത് ആത്മാർത്ഥമായിട്ടേ അടിക്കാവോ. ആരെങ്കിലും കൈ ഒന്ന് ഉയർത്തുകയാണെങ്കിൽ മേടയിലിരിക്കുന്ന ദൈവദാസന്മാരെ കണ്ടോണ്ടല്ല, ദൈവം ഏൽപ്പിച്ച ഏതോ ഒരു ഡിവൈൻ സെലക്ഷൻ അകത്തുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സെലക്ഷൻ ഉള്ളവരുടെ കയ്യടി കാണുമ്പോൾ അറിയാം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവരുടെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ അറിയാം. അതാരും പറഞ്ഞിട്ടല്ല, പിന്നെ ആർക്കും വേണ്ടാതിരുന്ന സ്ഥലത്ത് നിന്ന് സർവശക്തനായ കർത്താവ് നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ എങ്ങനെ ഹല്ലേലൂയ പറയാതിരിക്കും? ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ അനുഭവം ഞാൻ പറയാം. യുഎസിൽ, അമേരിക്കയിൽ വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനുണ്ട്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ഡോക്ടർ വില്യം ബൂത്ത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ മുറിക്കകത്ത് വന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൈവശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്ന ഒരു ദൈവദാസൻ, ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു, വില്യം ബൂത്ത്, നീ എനിക്ക് വേണ്ടി ഒരു സേനയെ എഴുന്നേൽപ്പിക്കണം. വില്യം ബൂത്ത് പറഞ്ഞു, യെസ്. പറഞ്ഞു, ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സിന്റെ ഒരു നല്ല സേന നീ എഴുന്നേൽപ്പിക്കണം. പറഞ്ഞു, ഞാൻ ചെയ്യാം. ആ സേനയെ കൊണ്ട് നീ വേല ചെയ്യണം. യെസ് ലോർഡ്. അങ്ങനെ താൻ ഒരു സേനയെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിച്ചൊരു സൈന്യത്തെ, നല്ല പേഴ്സണാലിറ്റിയുള്ള, എഡ്യൂക്കേറ്റഡായ, നല്ല ഹൈറ്റുള്ള നല്ല ഒരു സേനയെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, യേശുവിനെ കൈമാറുക. അങ്ങനെ ആരംഭിച്ചതാ സാൽവേഷൻ ആർമി, ഡോക്ടർ വില്യം ബൂത്ത്. ആ സമയത്ത് ജോസഫ് റിങ്കിൾ എന്ന് പറയുന്ന ഒരു സഹോദരൻ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ലോർഡ്, എനിക്ക് നിന്റെ വേല ചെയ്യണം, നിന്റെ സേവ ചെയ്യണം. ഞാൻ എങ്ങനെയാ നിന്റെ വേല ചെയ്യേണ്ടത്? താൻ തന്റെ മുറിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നോട് കർത്താവ് പറഞ്ഞു, ജോസഫ്, നീ ഡോക്ടർ വില്യം ബൂത്തിന്റെ അടുക്കൽ ചെല്ലുക, ആ സേനയിൽ ചേർന്ന് വേല ചെയ്യാൻ പറഞ്ഞു. താൻ ദൈവശബ്ദം കേട്ട ഉടൻ തന്നെ പിറ്റേ ദിവസം രാവിലെ താൻ അതിവേഗം വില്യം ബൂത്തിന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ആ ഡോറിലൊന്ന് മുട്ടി. വില്യം ബൂത്ത് വന്ന് ഡോർ തുറന്നു. ചോദിച്ചു, ആരാണ്? എൻ്റെ പേര് ജോസഫ് റിങ്കിൾ. കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നു. എന്താ നിങ്ങൾ വന്നത്? കർത്താവ് അയച്ചിട്ട് വന്നതാണ്. എന്തിനാ ഇങ്ങോട്ട് അയച്ചത്? എനിക്ക് നിങ്ങളുടെ സേനയുടെ കൂടെ ചേർന്ന് വേല ചെയ്യണം, അതിനുവേണ്ടി വന്നതാ. എൻ്റെ പേര് ജോസഫ് റിങ്കിൾ. ചോദിച്ചു, നിന്റെ എഡ്യൂക്കേഷൻ എത്രയാണ്? വിദ്യാഭ്യാസം. എനിക്കധികം എഡ്യൂക്കേഷൻ ഒന്നുമില്ല. ഇപ്പം വില്യം ബൂത്തിന് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹമില്ല. കാര്യം പേഴ്സണാലിറ്റി ഉള്ള ഒരാളല്ല, കാഴ്ചയിൽ ഒരു നല്ല വ്യക്തിത്വം പറയാനില്ല. ചോദിച്ചപ്പം വലിയ എഡ്യൂക്കേഷനും പറയാനില്ല. അപ്പോൾ ഒരിക്കലും സേനയിൽ എടുക്കാൻ ഒക്കത്തില്ല, അഡ്മിഷൻ കൊടുക്കാൻ ഒക്കത്തില്ല. താൻ പറഞ്ഞു, പ്ലീസ് ജോസഫ്, നിന്നോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് ഒക്കത്തില്ല. എൻ്റെ പ്രാർത്ഥനയുടെ സമയമാ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പോകുക. നിന്നെപ്പോലെ ഒരാളെ എൻ്റെ സേനയിൽ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല. ഒന്ന്, നിനക്ക് പേഴ്സണാലിറ്റിയില്ല. രണ്ട്, നിനക്ക് നീ എഡ്യൂക്കേറ്റഡ് അല്ല. ഞാൻ പറഞ്ഞ ഹൈറ്റ് നിനക്കില്ല. അതുകൊണ്ട് പ്ലീസ് നീ ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി വാതിലടച്ചു. വില്യം ബൂത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി തൻ്റെ മുറിയിലേക്ക് പോയി. ജോസഫ് റിങ്കിൾ കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് താൻ തൻ്റെ വീട്ടിൽ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോർഡ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ വില്യം ബൂത്തിനെ കാണാൻ പോയത്. വില്യം ബൂത്ത് പറഞ്ഞു, എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് പേഴ്സണാലിറ്റി ഇല്ല, എൻ്റെ സേനയുടെ കൂടെ അമ്മ എന്നെ എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു, എന്നെ പുറത്താക്കി. ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കർത്താവ് പറഞ്ഞു, നാളെ രാവിലെ ചെല്ലുക. പിറ്റേ ദിവസം രാവിലെ താൻ ഓടിയെത്തി വില്യം ബൂത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഡോറിൽ മുട്ടി. വില്യം ബൂത്ത് ഡോർ തുറന്നു. ഓ, നീ പിന്നെ വന്നു? യെസ് സാർ. കേറാൻ പറഞ്ഞു. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ നിന്നെ ഈ സേനയിൽ എടുക്കാൻ ഒക്കത്തില്ല എന്ന്? നീ എഡ്യൂക്കേറ്റഡ് അല്ല, പേഴ്സണാലിറ്റി ഇല്ല, ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നീ വന്നേ? യേശു പറഞ്ഞിട്ട് വന്നതാ. കർത്താവ് പറഞ്ഞേ ഇവിടെ വരാൻ. നോ നോ നോ, എന്റെ സേന ഇതുപോലെയുള്ള ആൾക്കാരുടെ സേനയല്ല. എനിക്ക് നിന്നെ സെലക്ട് ചെയ്യാൻ ഒക്കത്തില്ല. പോകാൻ പറഞ്ഞു. ഇറക്കി ഡോർ അടച്ചു. വില്യം ബൂത്ത് പ്രാർത്ഥിക്കാൻ പോയി.
ജോസഫ് ഫ്രിങ്കിൾ കരഞ്ഞുകൊണ്ട് ഇന്നലത്തെ പോലെ തന്നെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് പോയി. ചെന്ന് മുട്ടുമടക്കി കരയാൻ തുടങ്ങി. ലോർഡ്, 2ാം പ്രാവശ്യം എന്നെ റിജക്റ്റ് ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കർത്താവ് ജോസഫ് ഫ്രിങ്കിളിനോട് പറഞ്ഞു, ജോസഫ്, നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞു. നമ്മളാണെ പോവോ? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഈഗോ, നമ്മുടെ കോംപ്ലക്സ് എല്ലാം അങ്ങോട്ട് വർക്കൗട്ട് ആകും. ഇല്ലില്ല. ജോസഫ് ഫ്രിങ്കിൾ പറഞ്ഞു, യെസ് ലോർഡ്, ഞാൻ നാളെ രാവിലെ പോകാം. അങ്ങനെ 3-ാം ദിവസം രാവിലെ വീണ്ടും ജോസഫ് ഫ്രിങ്കിൾ വില്യം ബൂത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്നു. ആ ഡോറിൽ മുട്ടി. വില്യം ബൂത്ത് ഡോറ് തുറന്നു. അപ്പാ, വീണ്ടും വന്ന് നിൽക്കുകയാണ്. ജോസഫ്, ജോസഫ്, നിന്നോട് പറഞ്ഞതല്ലേ വരരുതെന്ന്, പിന്നെ നീ വന്നോ? സാർ കൈകൂപ്പി പറഞ്ഞു, സാർ എന്നെ റിജക്റ്റ് ചെയ്യല്ലേ സാർ, എന്ത് വർക്ക് തന്നാലും ഞാൻ ചെയ്തോളാം സാർ, പ്ലീസ് സാർ. ആത്മാവ് പറഞ്ഞിട്ടാ, യേശു പറഞ്ഞിട്ടാ ഞാൻ വന്നത്, പ്ലീസ് സാർ, എനിക്കെന്ത് വർക്ക് തന്നാലും ഞാൻ ചെയ്തോളാം. സാറ് പറഞ്ഞത് ശരിയാ, പേഴ്സണാലിറ്റി ഇല്ല, എഡ്യൂക്കേറ്റഡ് അല്ല, ഇതെല്ലാം ശരിയാ, പക്ഷെ സാർ എനിക്ക് സാറിൻ്റെ സേനയുടെ കൂടെ വേല ചെയ്യണം, പ്ലീസ് സാർ. വില്യം ബൂത്ത് ആലോചിച്ചു, ഇനി ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടാൽ ഇദ്ദേഹം നാളെയും വരും. അപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്ത് ഇദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്യണം. ആ കൊടുക്കേണ്ട വർക്ക് 2 ദിവസം കഴിഞ്ഞ് മടുത്തിട്ട് ഇനി ഞാൻ ഈ വേലയ്ക്കില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോകത്തക്കവണ്ണം ഒരു വർക്ക് സേനയിലുണ്ടോ എന്ന് വില്യം ബൂത്ത് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ വില്യം ബൂത്തിന് ഒരു വർക്ക് പിടികിട്ടി. പറഞ്ഞു, ജോസഫ്, നിനക്കൊരു വർക്ക് തരാ പറഞ്ഞ ജോസഫ് ഫ്രിങ്കിൾ കൈകൂപ്പിട്ട് പറഞ്ഞു, യെസ് സാർ, എന്ത് വേല തന്നോട്ടെ, ഞാനത് ചെയ്തോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ത് ജോലിയാ സാർ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞു, 100 കണക്കിന് ആർമി സോൾജിയേഴ്സ്, സേന ഇവിടെ വർക്ക് ചെയ്യുകയാ. അവരുടെ ലെതർ ബൂട്ട്, ഷൂസ് ഇട്ടിരിക്കുന്ന ഒരു വലിയ റൂമുണ്ട്. എനിക്കത് പോളിഷ് ചെയ്യാൻ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ ആ വർക്കിന് നിന്നെ ഏൽപ്പിക്കാൻ പോവാ. അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് സന്തോഷമാണ് സാർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വില്യം ബൂത്തിന് മനസ്സിലായി, ആ റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ സ്മെല്ല് കണ്ട് ഇവൻ ചാടി പുറത്തിറങ്ങും. ഇവൻ പറയും, എൻ്റെ സാറേ ഈ വർക്കിന് ഞാനില്ല സാറേ, ഞാൻ പോകയാ എന്ന് പറയുമെന്നോർത്താണ് വില്യം ബൂത്ത് ജോസഫ് ഫ്രിങ്കിളിനെ ഈ വർക്ക് ഏൽപ്പിച്ചത്. ജോസഫിന് സന്തോഷമായി. കാര്യ ഈ ഷൂസ്, ഈ ബൂട്ട് ആരുടെയാണെന്നറിയാമോ? സേനയുടെയാ, വേലക്കാരന്റെ ഷൂസ് ആണ്. മലയാള ബൈബിളിൽ ഒരു വചനമുണ്ട്, സുവാർത്താ ദൂതികളുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. കർത്താവിൻ്റെ വേലക്കാർക്കായി കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. പോരാ പോരാ പോരാ, എന്നോട് ചേർന്ന് ആ കരങ്ങളൊന്ന് വീശി 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 നമ്മുടെ ഊളിയക്കാർക്കായി, പരിശുദ്ധവാൻകൾ എല്ലാ വേലക്കാർക്കായി ഒന്ന് സ്തോത്രം ചെയ്തേ. കമാ, മൈറ്റി ആയി കർത്താവ് അവരെ യൂസ് ചെയ്യട്ടെ. അടുത്ത ജനറേഷൻ എഴുന്നേൽക്കട്ടെ, പുതിയ തലമുറ എഴുന്നേൽക്കട്ടെ. നമ്മുടെ പ്രായം ചെന്ന ലീഡേഴ്സിനായി സ്തോത്രം ചെയ്യുക. ആമേൻ ആമേൻ. എല്ലാ തലമൈ ബോധകർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കമോൺ, പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ ഉയർത്തി പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നെടിയ ആയുസ് ദൈവം അവർക്ക് കൊടുക്കട്ടെ, ആരോഗ്യം കർത്താവ് അവർക്ക് കൊടുക്കട്ടെ. ചേർന്ന് പറ, ഹല്ലേലൂയ. ജോസഫ് ഫ്രിങ്കിളിനെ നേരെ ആ റൂമിലേക്ക് കൊണ്ടുവന്നു. ഡോർ തുറന്നു, ജോസഫ് അകത്തേക്ക് കയറി. ആദ്യം ചെന്നപ്പോ തന്നെ ഒന്ന് ശ്വസിച്ചു. വല്ലാത്ത സ്മെല്ലാണ് മുറിക്കകത്ത്, പക്ഷെ അദ്ദേഹം സന്തോഷത്തോടെ ശ്വസിച്ചു. വില്യം ബൂത്ത് പറഞ്ഞതേ, ഇത് നീ ഷൂ പോളിഷ് ചെയ്താട്ടെ, നിന്നെ ഏൽപ്പിക്കുന്നു. തനകത്ത് കയറി ഭയങ്കര സന്തോഷത്തോടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. മുഴുവൻ ഷൂവും പോളിഷ് ചെയ്തതിന് ശേഷം താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മുറിയിൽ മുട്ടു മടക്കി മുട്ടിന്മേൽ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോഴേ വിശുദ്ധ ബൈബിൾ തുറന്ന് താൻ വായിക്കാൻ തുടങ്ങി. 2-ാം ദിവസമായി ഷൂ മുഴുവൻ പോളിഷ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു. വില്യം ബൂത്ത് നോക്കിയിട്ട് ഇദ്ദേഹം പോയില്ല. 2 മാസം കഴിഞ്ഞു. ജോസഫ് ഫ്രിങ്കിൾ പോയില്ല. 5 മാസം കഴിഞ്ഞു, പോയിട്ടില്ല. ഷൂ പോളിഷ് ചെയ്യും, താൻ പ്രാർത്ഥിക്കും, ദൈവവചനം വായിക്കും. 1 വർഷം കഴിഞ്ഞു, താൻ പോയില്ല. ഷൂ പോളിഷ് ചെയ്യുന്നു, താൻ പ്രാർത്ഥിക്കുന്നു,
ദൈവവചനം വായിക്കുന്നു. പറഞ്ഞേ ആമേൻ. 2 വർഷമായി താൻ പോയില്ല. താൻ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി, താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചനം വായിക്കാൻ തുടങ്ങി, താൻ വളരെ വേഗം തൻ്റെ വേല തികയ്ക്കാൻ തുടങ്ങി. 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി താൻ പോയില്ല. താൻ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി, താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിശുദ്ധ തിരുവെടുത്ത് താൻ വായിക്കാൻ തുടങ്ങി. തൻ്റെ ടൈം കൂടുതൽ ദൈവത്തിനു വേണ്ടി താൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, താൻ പോയില്ല. പറഞ്ഞേ ആമേൻ. മനുഷ്യൻ നിന്നെ റിജക്റ്റ് ചെയ്യും, പക്ഷെ തമ്പുരാൻ നിന്നെ തള്ളിക്കളയത്തില്ല. 10 വർഷം കഴിഞ്ഞു, താൻ ഷൂ പോളിഷ് ചെയ്യുന്നു. ആ ജോലി കഴിയുമ്പോൾ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, താൻ വിശുദ്ധ ബൈബിൾ വായിക്കാൻ തുടങ്ങി. 10 വർഷം കഴിഞ്ഞു, 12 വർഷം കഴിഞ്ഞു, 14 വർഷം കഴിഞ്ഞു, 15 വർഷമായി താൻ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി, താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, താൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞ ഞങ്ങളെപ്പോലെ ഇതുപോലെ മേടയിൽ കയറി നിന്ന് പ്രീച്ച് ചെയ്യുന്നത് മാത്രമല്ല, സുവിശേഷത്തിനു വേണ്ടി എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ വേലയാണ്. എന്ത് ചെയ്താലും എന്ത് ചെയ്താലും എന്ത് ചെയ്താലും. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കോള് നിങ്ങളുടെ ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ടൈം കളയരുത്. അവൻ്റെ വിളിക്ക് നിങ്ങൾ ആമേൻ പറയണം. 16 വർഷമായി താൻ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി, തൻ്റെ വേല താൻ തികയ്ക്കുകയാണ്. 16 സംവത്സരം കഴിഞ്ഞപ്പോൾ വില്യം ബൂത്തിന് തന്നെ അതിശയമായി, ഇങ്ങനെയൊരു മനുഷ്യനോ മറ്റൊരു ജോലിയും ചെയ്യുന്നില്ല. ഷൂ പോളിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. ഷൂ പോളിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. 16 വർഷം കഴിഞ്ഞപ്പോൾ സർവശക്തനാകുന്ന കർത്താവ് വില്യം ബൂത്തിനോട് പറഞ്ഞ 5 ദിവസം നീ ഒരു മെഗാ ക്രൂസേഡ് ക്രമീകരിക്കണം. 5 പാസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യണം. താൻ പറഞ്ഞു യേസ് ലോർഡ്, ഞാൻ ക്രമീകരിക്കാം. അങ്ങനെ 5 ദിവസത്തെ ക്രൂസേഡ്, 5 ദിവസത്തെ മീറ്റിംഗ്. ഫസ്റ്റ് ദിവസം 10,000-ത്തിലധികം മക്കളാണ് മീറ്റിങ്ങിൽ വരുന്നത്. ചെറിയ മീറ്റിംഗ് അല്ല, ബെട്ട മീറ്റിംഗ്, വലിയ മീറ്റിംഗാണ്. 5 പ്രീച്ചേഴ്സിനെ സെലക്ട് ചെയ്തു. 5-ാം ദിവസം പ്രീച്ച് ചെയ്യുന്നയാള് വളരെ പവർഫുള്ളായ മൈറ്റിയായ ഒരു മാൻ ഓഫ് ഗാഡ്, ശക്തനായ ഒരു ദൈവദാസൻ. 5-ാം ദിവസം 50,000-ത്തിലധികം പേരെ അവർ പ്രതീക്ഷിക്കുകയാണ്. 1-ാം ദിവസത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, വർഷിപ്പ് കഴിഞ്ഞു. 1-ാം ദിവസത്തെ പ്രീച്ചർ വന്നിരിക്കുന്നു. വില്യം ബൂത്ത് ശക്തിയോടെ ആ പ്രീച്ചറെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. മൈറ്റി ആയിട്ട് ദൈവം യൂസ് ചെയ്യുന്ന ആൾ അദ്ദേഹം വരുന്നു, പ്രീച്ച് ചെയ്യുന്നു. ഫസ്റ്റ് നൈറ്റിലെ മീറ്റിംഗ് വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, 4 ദിവസം പവർഫുൾ മീറ്റിംഗ്. ക്രൗഡ് കൂടി വരികയാ. 10,000-25,000 പേര് വരുന്നു. 5-ാം ദിവസം, 4-ാം ദിവസം രാത്രി അദ്ദേഹം പറഞ്ഞു, നാളെ കടേശി രാത്രിയാണ്. വളരെ പവർഫുള്ളായ ഒരു മാൻ ഓഫ് ഗാഡ് നാളെ മിനിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് 50,000-ത്തിലധികം മക്കളെ അവർ പ്രതീക്ഷിച്ചുള്ള മീറ്റിംഗ്. സന്തോഷത്തോടെ 4-ാം ദിവസം രാത്രി കഴിഞ്ഞു. വില്യം ബൂത്ത് വീട്ടിലേക്ക് പോയി. 5-ാം ദിവസം രാവിലെ തനിക്കൊരു ടെലഗ്രാം കിട്ടിയ ഒരു മെസ്സേജ്. 5-ാം ദിവസം രാത്രി പ്രീച്ച് ചെയ്യാൻ വരുന്ന ദൈവദാസൻ 5-ാം ദിവസം രാവിലെ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാ. ഐ എം സോറി വില്യം ബൂത്ത്, എനിക്ക് വരുവാൻ കഴിയുകയില്ല, മറ്റൊരാളെ അറേഞ്ച് ചെയ്യണം. എപ്പോഴാ മെസ്സേജ് വരുന്നത്? രാവിലെ. മീറ്റിംഗ് എപ്പോഴാ? രാത്രി. വില്യം ബൂത്തിന് ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യും? താൻ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, ലോർഡ്, നീ എന്തായി കാണിച്ചേ? കഴിഞ്ഞ 4 ദിവസവും നീ വിശ്വസ്തനായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പക്ഷേ ഈ 5-ാം ദിവസം ആ പ്രീച്ചർ വരികയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വൈ? എന്താ നീ എന്നോടിങ്ങനെ ചെയ്തേ? ഉടനെ കർത്താവ് വളരെ ശാന്തമായി വില്യം ബൂത്തിനോടൊരു ചോദ്യം ചോദിച്ചു. മീറ്റിംഗ് നിന്റെയാണോ അതോ എന്റെയാണോ? ഉടനെ വില്യം ബൂത്ത് പറഞ്ഞു, മീറ്റിംഗ് എൻ്റെ അല്ല, നിന്റെയാ. ഉടനെ കർത്താവ് ചോദിച്ചു, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? മീറ്റിംഗ് എന്റെയാണ്, ഞാനല്ലേ സെറ്റ് ചെയ്യണേ. എത്ര പേർ വിശ്വസിക്കും ഈ കൺവെൻഷൻ കർത്താവിൻ്റെയാ?
ഫാദർ ബർഗമൻസ് ഒരു പഴയ വരി എഴുതിയിട്ടുണ്ട്. എനിക്ക് ഫാദർ ബർഗമൻസിൻ്റെ പാട്ടുകൾ ആദ്യ സമയങ്ങളിലൊക്കെ കേരളത്തിൽ ഞങ്ങൾ ഒത്തിരി കേൾക്കുന്ന പാട്ടുകൾ. ഉങ്ക ഊഴിയം നാനേൻ കലങ്കണു അഴിത്തതു നീങ്കേ നടത്തി സെൽവീങ്കേ. അമ്മ കറക്റ്റ്? ഉങ്ക ഊഴിയം നാനേൻ കലങ്കണു அழைத்தது நீங்க நடத்தி செல்வீங்க. உங்க ஊழியம் நானே கலங்கணும் அழைத்தது நீங்க நடத்தி செல்வீங்க. கரங்களும் தட்டி பாடி. உங்க ஊழியம் நானே கலங்கணும் அழைத்தது நீங்க நடத்தி செல்வீங்க. திட்டங்கள் தருமவரும் நீர்தானையா செயல்படுத்தி மகிழ்பவரும் நீர்தானையா. திட்டங்கள் தருமவரும் நீர்தானையா செயல்படுத்தி மகிழ்பவரும் நீர்தானையா. எஜமானனே யஜமானனே என் ராஜனே. யஜமானன் நீர் இருக்க வேலைக்காரனுக்கு ஏன் கவலை. யஜமானன் நீர் இருக்க வேலைக்காரனுக்கு ஏன் கவலை. உங்க ஊழியம் தீரே சூரை செடி சொர்வு நீக்க பேசினீரே. எலியாவே കാകൻ കൊണ്ട് പോഷിത്തീരെ. ആ കൈയൊന്ന് തട്ടപ്പാ. പേശിനീരേ ദൈവമേ പേശും ദൈവമേ ദൈവമേ പേശും ദൈവമേ. எலியாவின் தேவன் இருக்க எதுவும் என்னை அசைப்பதில்லை. எலியாவின் தேவன் இருக்க எதுவும் என்னை அசைப்பதில்லை. உங்க ஊழியம் நானே கலங்கணும் அழைத்தது நீங்க நடத்தி செல்வீங்க. உங்க ஊழியம் நானே கலங்கணும் அழைத்தது நீங்க നടത്തി സെല്ലും. എൻ്റെ മിനിസ്ട്രിയുടെ ആദ്യ സമയങ്ങളിലെല്ലാം ഈ പാട്ട് ഭക്ഷണം പോലായിരുന്നു. ഭക്ഷണം കഴിക്കാനില്ലാത്തപ്പോൾ കഴിച്ച പാട്ടുകളിൽ ഒന്നാ ഇത്. കരച്ചിൽ മാത്രം ജീവിതത്തിൻ്റെ അവകാശമായ ഒരു കാലം ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ടർക്കി ഇങ്ങനെ പിഴിഞ്ഞു കളയുമായിരുന്നു. ജീവിതം അങ്ങനായിരുന്നു. അന്നൊക്കെ ഫാദർ ബർഗമൻസിൻ്റെ ഈ പാട്ട് പിടിച്ചു നിർത്തി ജീവിതത്തെ. അന്നേ വാതുറന്ന് പറയുമായിരുന്നു, ഊഴിയം നിന്റെയാണ്, എൻ്റെ അല്ല. തിരുസഭ നിന്റെയാണ്, എൻ്റെ അല്ല. വേലക്കാർ എൻ്റെ അല്ല, നിന്റെയാ. വേല എൻ്റെ അല്ല, നിന്റെയാ. അഭിഷേകം എൻ്റെ അല്ല, അഭിഷേകം നിന്റെയാണ്. ദേവവരങ്ങളൊന്നും എൻ്റെ അല്ല, വരങ്ങളെല്ലാം അവിടത്തെയാണ്. ദർശനങ്ങളൊന്നും എൻ്റെ അല്ല. കമാൺ, ആരുടെയാണ്? ആരുടെയാണ്? പറ ദൈവദാസന്മാരെ. നമ്മുടെ അല്ല, ഇതൊന്നും നമ്മുടെ അല്ല. സഭ എൻ്റെയാണെന്നെങ്ങാനൊരു ചിന്ത വന്നു പോയാൽ നമ്മൾ ബുദ്ധിയിൽ കിടന്ന് ഒത്തിരി കാര്യം ചെയ്യും. സഭ അവൻ്റെയാണ്. ഞാനൊരു പണിക്കാരനായി അവൻ്റെ പാദസേവ ചെയ്യാൻ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ മൈൻഡ് ഫ്രീ ആണ്. എൻ്റെയാണെന്നും പറഞ്ഞ് ആരെങ്കിലും പിടിച്ചു വെക്കുന്നെങ്കിൽ അപകടമാണ്, ചീറ്റ് ചെയ്യപ്പെടുകയാണ്. നിന്റെ അല്ല ഒന്നും. നിന്റേതെന്ന് പറയാൻ ഒന്നേയുള്ളൂ, അഴിത്തവർ. വിളിച്ചവൻ മാത്രമേ ഉള്ളൂ നിനക്ക് സ്വന്തമായി. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇല്ലല്ല, എല്ലാ കരങ്ങളും ഉയർന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇല്ല പാസ്റ്റർ, എൻ്റെയാണ്, ചിലതൊക്കെ എൻ്റെയാ പാസ്റ്റർ, എൻ്റെയാ. ഞാൻ പറയുന്ന പോലെ അല്ല സാറേ, ഒന്നുമല്ല. ഉയിര് തന്നത് അവനാകയാൽ
അവനാണ് വിളിച്ചത്, അവനാണ് വിളിച്ചത്. കമാൻ, എന്തോ എൻ്റെ ഉള്ള ഒത്തിരി നിറയുന്നുണ്ട്, സന്തോഷം കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും ദേവപ്രസന്നം കൊണ്ടും. ഓ റബാ ഖതറ ഖതറയബ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധി. എല്ലാം മങ്ങിയ നിലമേൽ നിന്ന് ഇന്ന നാൾ വരെ ഇതേപോലെ കർത്താവ് എഴുന്നേറ്റ് നിർത്തിയത് ഓർക്കുമ്പോൾ എങ്ങനെ അവന് സ്തോത്രം ചെയ്യാൻ കഴിയും? അതല്ലേ നമ്മുടെ ജോൺ ചെബരാജ് പാടിയ വരി പോലെ, അഴൈത്തവരെ എന്നൂളിയത്തിന് ആധാരം അവരാണ്. പറഞ്ഞേ ആമേ? ഇല്ലില്ല, അങ്ങനല്ല, ചേർന്ന് പറഞ്ഞേ ആമേ. എത്ര പേർ വിശ്വസിക്കും ഇതെല്ലാം അവൻ്റെ ആണെന്ന്? അവന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇന്ന് രാത്രി നീ തയ്യാറായാൽ നിന്നെ യൂസ് ചെയ്യും അവൻ. നിന്റെ ആണെന്നും പറഞ്ഞ് നീ വട്ടം പിടിച്ചോണ്ടിരുന്നാൽ നിന്റെ ലോകം ചെറുതായിരിക്കും. അവൻ്റെ ആണെന്ന് നീ സമ്മതിക്കാമെങ്കിൽ 100% റെസ്പോൺസിബിലിറ്റി അവൻ്റെ കയ്യിലാണ്, അവൻ്റെ കയ്യിലാണ്. അവൻ നിനക്ക് വേണ്ടി കൈ ഉയർത്താൻ പോകുക, അവൻ നിനക്ക് വേണ്ടി കമാൻഡ് ചെയ്യാൻ പോകുകയാ. ഇതൊന്നും നിന്റെ അല്ല, ഇതെല്ലാം ഇട്ടേച്ച് നീ ഇവിടെ നിന്ന് പറന്നു പോകും. പക്ഷേ നീ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് ആത്മാക്കളുമായി നീ ഇവിടെ നിന്ന് പറന്നു പോകാൻ എല്ലാം കർത്താവിൻ്റെ ആണെന്ന് പറയാൻ അധികാരമുള്ള ദൈവമക്കളെ കരമടിച്ച് സ്തോത്രം ചെയ്യാം. அழைத்தவரே என் ஊழியத்தில் ആധാരമേ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് പാടാമോ? അഴൈത്തവരേ എന്നൂളിയത്തിൽ ஆதாரமே. எத்தனை நிந்தைகள், எத்தனை தேவைகள் என சூழ நின்றாலும் உமை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவைகள் என சூழ நின்றாலும் உமை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா, உண்மையாய் ஓடுகிறேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா, உண்மையாய் ஓடுகிறேன். அழைத்தவரே என்னூழியத்தில் ஆதாரமே. அழைத்தவரே என்னூழியத்தில் ஆதாரம் நீதானையா. Come on. ஆதாரம் நீதானையா. கரங்களை தட்டி பாடிக்க. காலங்கள் மாறு, கவலைகள் தீர காதானையா. ஆதாரம் நீதானையா. Come on. காலங்கள் மாறு, கவலைகள் தீர காரணம் நீதானையா. ഹല്ലേലൂയ. ആ കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. Come on. സകലതും കർത്താവിൻ്റെയാ. Amen. വില്യംപുത്രനോട് കർത്താവ് പറഞ്ഞു, മീറ്റിംഗ് എൻ്റെ ആണെങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അറേഞ്ച് ചെയ്തോളാം. സന്തോഷായി. താൻ പ്രാർത്ഥനാ മുറി എഴുന്നേക്കാതെ മുറിക്കകത്ത് മുട്ടുമടക്കിക്കൊണ്ടിരിക്കുക. ലഞ്ചിൻ്റെ സമയമായി, ആരെയും സെറ്റ് ചെയ്തിട്ടില്ല. ഉച്ച സമയമായി, ലഞ്ചിൻ്റെ ടൈമായി. കർത്താവ്, കർത്താവേ ഇപ്പത്തെ ലഞ്ചിൻ്റെ ടൈമായി, ഇനി ഈവനിങ് ആകാൻ ഇത്ര നേരമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം?
പ്രീച്ച് ചെയ്യാൻ ഞാനല്ലാതെ ഈ കോമ്പൗണ്ടിൽ ഈ ക്യാമ്പസിൽ വേറെ ആരുമില്ല. അപ്പം പിന്നെ ഇത് രാവിലെ തന്നെ പറയായിരുന്നു, എന്നെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഞാനെന്ത് ടെൻഷൻ അടിച്ച കർത്താവേ. ഉടനെ കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നു വില്യംപോത്തെ, നീ അല്ല ഇന്ന് രാത്രി പ്രീച്ച് ചെയ്യണ്ടേ. കർത്താവെ, 50,000-ത്തിലധികം വരുന്ന തിരുളാനതന മൾട്ടിറ്റ്യൂഡാ ഇന്ന് രാത്രി വരുന്നത്. അപ്പോൾ ഞാനല്ലാതെ വേറെ ആരും ഇത്രയും വലിയ മേടയിൽ ഇത്രയും വലിയ ജനത്തിന് മുമ്പിൽ പ്രീച്ച് ചെയ്യാൻ ഈ ക്യാമ്പസിൽ വേറെ ആരുമില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നോ, ഉണ്ട്, ഒരാളുണ്ട്. ആരാണ്? കഴിഞ്ഞ 16 വർഷമായി. പറയൂ. ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് നിന്റെ ക്യാമ്പസിന്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്. എന്റെ മകനാണവൻ, എന്റെ മകനാണവൻ. ലോർഡ് ജോസഫ് റിങ്കിൾ. യെസ് യെസ് യെസ്. നോ നോ നോ, ഹരിത് കർത്താവേ, ഹരിത് ഹരിത്. അവന് എഡ്യൂക്കേറ്റഡ് അല്ല, അവന് പേഴ്സണാലിറ്റി ഇല്ല, ഈ സേനയിൽ എടുക്കാൻ പറ്റിയ യാതൊരു ക്വാളിഫൈഡും അല്ല അവൻ. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഉടനെ കർത്താവ് വില്യംപോത്തിനോട് പറഞ്ഞു, വില്യംപോത്ത്, യു ആർ കറക്റ്റ്. നീ പറഞ്ഞത് കറക്റ്റാണ്, നീ കറക്റ്റാണ് പറഞ്ഞത്. അവന് പേഴ്സണാലിറ്റി ഇല്ല, അവൻ എഡ്യൂക്കേറ്റഡ് അല്ല, അവൻ വിദ്യാഭ്യാസം ഉള്ളവനല്ല, നീ പറയുന്നതൊന്നും അവനില്ല. പക്ഷേ ഞാൻ അവനെ തെരഞ്ഞെടുത്തു പോയി. ഞാൻ അവനെ തെരഞ്ഞെടുത്തു പോയി. ഞാൻ അവനെ തെരഞ്ഞെടുത്തു പോയത് കൊണ്ട് നീ എന്തു പറഞ്ഞാലും എനിക്ക് അവനെ തള്ളാൻ കഴിയത്തില്ല. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോ നിന്റെ ഉള്ളം അറിയുന്ന ഒരേ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. അവനാ സഹോദരങ്ങളെ നമ്മളെ വിളിച്ചത്, അവനാ വിളിച്ചത്, അവനാ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്. കമോൺ, ഉറപ്പുണ്ടെങ്കിൽ ആ 2 കൈയും ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറ. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അനുഭവിച്ചവർ ഇതിന്റെ അകത്തുണ്ട്. പണത്തിന്റെ കുറവ് കൊണ്ട് നീ റിജക്ട് ചെയ്യപ്പെട്ടില്ലേ, നിറത്തിന്റെ കുറവ് കൊണ്ട് നീ റിജക്ട് ചെയ്യപ്പെട്ടില്ലേ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയാ, മകനെ മകളെ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു പോയി. എല്ലാ ദൈവദാസന്മാരും വായി തുറന്ന് ആത്മനിറവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവൻ നമ്മെ സെലക്ട് ചെയ്തു. വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് വലിയ യോഗ്യത ഉള്ളത് കൊണ്ടൊന്നുമല്ല, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടൊന്നുമല്ല. നമ്മളെക്കാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, നമ്മളെക്കാൾ പേഴ്സണാലിറ്റി ഉള്ളവരുണ്ടായിരുന്നു, നമ്മളെക്കാൾ ഉന്നത കുലജാതന്മാരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുവിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട് എന്റെ പേര് തന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരേ ഒരു നാമ, അവന്റെ സെലക്ഷൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്തവരാണോ? നിങ്ങളുടെ ഹസ്ബൻഡിന്റെ, ഭർത്താവിന്റെ വീട്ടിൽ, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ നിങ്ങൾ ഒത്തിരി വേദന അനുഭവിച്ച ഒരാളാണോ? പലരോടും കമ്പയർ ചെയ്ത് നിങ്ങളെ പലരും നാമെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധമാവ് പറയുകയാ, മനുഷ്യൻ നിന്നെ റിജക്റ്റ് ചെയ്തെങ്കിൽ ഞാൻ നിന്നെ സെലക്ട് ചെയ്തതിന്റെ സൈനാണത്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ചിഹ്നമാണത്. ഇന്ന് രാത്രി ആ കൈ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹേ പിശാചേ, നീ തള്ളിയാൽ തെരഞ്ഞെടുക്കുന്ന ദൈവമുണ്ട്. Majesty, majesty, majesty. Rata kataraba, rata kataraba, shakataraba, 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 rata kataraba, shandalaba. ഇത് തെരഞ്ഞെടുപ്പിന്റെ രാത്രിയാണ്. ചിലതിനെ കർത്താവ് തെരഞ്ഞെടുക്കാൻ പോകുകയാ. നിന്റെ അപ്പനോ അമ്മാവി അപ്പനോ, നിന്റെ അമ്മയോ അമ്മാവി അമ്മയോ മനസ്സുകൊണ്ട് നിന്നെ റിജക്ട് ചെയ്ത് കാണാം. പക്ഷെ ചങ്കിലെ ചോര കൊണ്ട് നിന്നെ സെലക്ട് ചെയ്ത ഒരേ ഒരുവേ, അവൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഉലാവുകയാ. തേജസ് വാരി ചുറ്റിയവനായി ഇന്ന് രാത്രി അവൻ നിന്നെ തൊടാൻ പോകുകയാ. നിന്നെ അവൻ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം തരികയാ, നിന്റെ മേലൊരു മിനിസ്ട്രി തരികയാ. ഈ ബൽഹോദർ ബിഖാസിയാണ് അംഫലറിയ പ്രൗഷസിയാജ. കമാൻ, ഇന്ന് രാത്രി യേശു തന്റെ ജനത്തിൽ ചിലതിനെ വാരി തൊടുകയാണ്. അവൻ ഇന്ന് രാത്രി തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ ചേർത്തണയ്ക്കുന്ന ദൈവമാകയാൽ ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുക ഇല്ല, ഒരു നാളും ഉപേക്ഷിക്കുക ഇല്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുക ഇല്ല. ഇന്ന് രാത്രി തിരഞ്ഞെടുപ്പിന്റെ രാത്രിയാണ്.
majesty, majesty. Rati kataraya bashia, rata kataraya bashamdalaya bakana, rata kataraya bashamdaraba. ഈ പന്തലിന്റെ അകത്ത് മാത്രമല്ല, ഈ ശബ്ദത്തിന്റെ പരിധിയിൽ വീട്ടുകാരാൽ തള്ളപ്പെട്ടവരുണ്ടോ, കൂട്ടുകാരാൽ തള്ളപ്പെട്ടവരുണ്ടോ? ആരെങ്കിലും നിന്നെ ചീറ്റ് ചെയ്തിട്ട് ഇനി ലൈഫ് വേണ്ട എന്ന് പറഞ്ഞ് തർക്കൊലൈ പണ്ണുവാൻ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നെങ്കിൽ കമാൻ, വേണ്ട. അവർ നിന്നെ അழைക്കുകയാണ്, അവർ നിന്നെ വിളിക്കുകയാണ്. യെസ്, യേശു നിന്നെ വിളിക്കുകയാ. അവൻ നിന്നെ വിളിക്കുകയാ. മകനേ, മകളെ, നീ എനിക്കുള്ളവനാണ്. കൃപാസനം ചർച്ച് ഈ പ്രാവശ്യം ക്രമീകരിച്ച മീറ്റിംഗ് ഇൻവിറ്റേഷന്റെ മീറ്റിംഗ് ആണ്. യെസ്, യെസ്, അലൈപ്പ്, അലൈപ്പ്. യേശു അழைக்கிறார். യേശു നിന്നെ വിളിക്കുകയാ. നീ മരിക്കണ്ട. ഇന്ന് രാത്രി വരിക. ക്ഷമാ, യേശുവിലേക്ക് വരിക. Oh Jesus. വില്യം ബൂത്തിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ സെലക്ട് ചെയ്തു പോയി, തെരഞ്ഞെടുത്തു പോയി. സഹോദരങ്ങളെ, അഹങ്കരിക്കരുത് കേട്ടോ. എന്തോ പോസ്റ്റ് എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കരുത്. ഉയിര് തന്നത് അവനാണ്, കൈക്ക് പിടിച്ചത് അവനാണ്. അതുകൊണ്ട് അഹങ്കാരമൊന്നും വേണ്ട, നികളമൊന്നും വേണ്ട, ജൂനിയർ സീനിയർ വ്യത്യാസമൊന്നും വേണ്ട. അലറി വിളിച്ച് ഹല്ലേലൂയ പറ ദൈവത്തിന്. വില്യം ബൂത്ത് നേരെ ജോസഫ് ഫ്രങ്കലിന്റെ മുറിയിൽ ചെന്നു. എന്നിട്ട് ആ ഡോറിൽ മുട്ടി. പണ്ടേ 16 ആണ്ടുകൾക്ക് മുമ്പ് 3 പ്രാവശ്യം ജോസഫ് ഫ്രങ്കൽ വന്ന് വില്യം ബൂത്തിന്റെ ഡോറിൽ മുട്ടി. യെസ് ഓർ നോ? വില്യം ബൂത്തിന്റെ ആ മുട്ട് കേട്ട്, വോയിസ് കേട്ട് ജോസഫ് ഫ്രങ്കൽ ഡോറ് തുറന്നു. വില്യം ബൂത്ത് നിൽക്കുക. സാർ, സാർ എന്തു പറ്റി സാർ? എന്തു പറ്റി? സാറിനെ കണ്ടിട്ട് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. എന്തു പറ്റി? എന്താ ടെൻഷൻ? സാറേ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്നോട് പറ, ഞാൻ പ്രാർത്ഥിക്കാം. പ്രസംഗകനേക്കാൾ പവറാ പ്രാർത്ഥിക്കുന്നവന്. പ്രാർത്ഥിക്കുന്നവന്റെ ധൈര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പറഞ്ഞ വില്യം ബൂത്ത് പറഞ്ഞു, ജോസഫ്, ഇന്ന് രാത്രിയിലെ പ്രീച്ചർ വരില്ല, ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഉടനെ പറഞ്ഞു, ജോസഫ് പറഞ്ഞു, അത്രേ കാര്യമുള്ളൂ, ടെൻഷൻ വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിക്കുന്നവൻ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഇവിടെ പകരട്ടെ. ജോസഫ്, ഇന്ന് രാത്രിയിലെ പ്രസംഗകൻ നീയാണെന്നാ കർത്താവ് പറഞ്ഞേ. ആരാ? നീയാ, ജോസഫ് ഫ്രങ്കൽ. പറഞ്ഞ ജോസഫ് എന്താ പറഞ്ഞറിയോ? സാർ, കർത്താവ് അങ്ങനെ പറഞ്ഞോ സാർ? യെസ് ജോസഫ്, പറഞ്ഞു. സാർ, കർത്താവ് പറഞ്ഞെങ്കിൽ ഞാൻ പ്രസംഗിക്കാം. കർത്താവ് പറഞ്ഞോ, ഞാൻ പ്രസംഗിക്കാം സാർ. അന്ന് രാത്രിയിലെ മീറ്റിങ്ങിൽ ഷൂ പോളിഷ് ചെയ്ത് 16 ആണ്ടിരുന്ന ആ മനുഷ്യനെ സ്യൂട്ടും കോട്ടും ഒക്കെ ഇടിപ്പിച്ച് ബൂട്ടും ഒക്കെ ഇട്ട് കൈയൊക്കെ കെട്ടി, ഇങ്ങനെയൊന്നും പുള്ളി നടന്നിട്ടില്ല, നടക്കാൻ അറിയത്തില്ല ഇങ്ങനെയൊന്നും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് താടി ഇരുത്തി. ഭയങ്കര ജനം വന്നിരിക്കുമ്പോൾ 4 ദിവസത്തെ ക്രൂസൈഡിൽ പ്രീച്ചേഴ്സിനെ കുറിച്ച് ടൈം എടുത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ വില്യം ബൂത്ത് 5-ാം ദിവസത്തെ പ്രീച്ചർ വന്നിരിക്കുക. എന്തോ ഇൻട്രൊഡക്ഷൻ പറയും. കഴിഞ്ഞ 16 വർഷമായി എൻ്റെ ക്യാമ്പസിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ജോസഫ് ഫ്രങ്കൽ ഇപ്പോൾ വന്ന് പ്രീച്ച് ചെയ്യും. പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറയുക, ചിലരെയൊക്കെ ദൈവം മാനിക്കാൻ സമയമായി. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഒരിടത്ത് നിന്നെ വേദനിപ്പിച്ചാൽ പലയിടത്ത് നിന്നെ മാനിക്കും ദൈവം. ഹല്ലേലൂയ. താൻ പറഞ്ഞു, ഇപ്പൊ ജോസഫ് ഫ്രങ്കൽ വന്ന് പ്രസംഗിക്കും. ഇതുവരെ ഇങ്ങനെ ഒരു പ്രീച്ചറിനെ ആരും കണ്ടിട്ടില്ല. താൻ വന്നു നിന്നു, ജനത്തെ നോക്കി. താൻ പറഞ്ഞു,
ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 16 വർഷം ഇതായിരുന്നു തൻ്റെ ജോലി. പ്രാർത്ഥിച്ചു. തന്നങ്ങോട്ട് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സ്വർഗം തുറന്നു. ദേവ മഹിമ വെളിപ്പെടാൻ തുടങ്ങി. ജനം മുഴുവൻ ഇരുന്ന് ഷിവറിയാൻ തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് മീറ്റിംഗ് അങ്ങ് മാറുകയാ. വില്യം ബൂത്ത് നോക്കിയിരുന്ന് അതിശയിക്കുകയാ. താൻ അവസാനം പറഞ്ഞു, ഞാൻ വചനം പ്രസംഗിക്കാം. താൻ വചനം തുറന്നു, മെസ്സേജ് ആരംഭിച്ചു. ഒരു മാല കോർക്കുന്നത് പോലെ വചനം ഇങ്ങനെ ഒഴുകുകയാണ്. വില്യം ബൂത്ത് അതിശയിച്ചു. ഇങ്ങനൊരു മനുഷ്യനോ, എന്താ വചനം, ഇത്ര ഫാസ്റ്റായിട്ട് വചനം പറഞ്ഞ് പ്രീച്ച് ചെയ്യുക. എന്ന കാര്യം കഴിഞ്ഞ 16 വർഷം കൊണ്ട് 32 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു. ഒന്നുകൂടെ പറയുന്നു, കഴിഞ്ഞ 16 വർഷം കൊണ്ട് താൻ 32 പ്രാവശ്യം വചനം വായിച്ചു തീർത്തു. അതിൻ്റെ അർത്ഥം ഷൂ പോളിഷ് ചെയ്യും, പ്രാർത്ഥിക്കും, വചനം വായിക്കും. ഒരു വർഷം 2 പ്രാവശ്യം വചനം വായിച്ചു തീർത്തു. മെസ്സേജ് കഴിഞ്ഞു, ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. താൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം, എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. താൻ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങുകയും ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ജനത്തിന് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല. പലരും നിലത്തേക്ക് വീഴുകയാ, ആരും കൈവെക്കുന്നില്ല. ജനം മുഴുവൻ അലറി വിളിച്ച് കരയുകയാ. പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യുകയാ. നോക്കിയപ്പോ അവൻ സൈഡിലിരിക്കുന്ന പാസ്റ്റേഴ്സ് മുഴുവൻ നിലത്ത് വീണ് കിടന്ന് അലറി കരയുക. ദൈവശക്തി ഇറങ്ങി ജനം മുഴുവൻ വാവിട്ട് നിലവിളിക്കുക. ജോസഫ് റിങ്കിൾ അവിടെ നിന്നുകൊണ്ട് അന്യഭാഷയിലും ആത്മനിറവിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ഗ്രൗണ്ടിൽ ഇറങ്ങുകയാ. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഞാൻ സഹോദരങ്ങളോട് പറയുക, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ശുശ്രൂഷ മറ്റൊരു ലെവലിലായി പോകും. ആത്മാവിന്റെ ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്യാത്ത ദൈവദാസന്മാർ തമിഴ്നാട്ടിൽ എഴുന്നേക്കാമെങ്കിൽ തമിഴ്നാട് അസാധാരണമായ തീ പിടിച്ചു മാറുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. അതുപോലെയുള്ള ശക്തന്മാർ ദൈവം ഈ ദേശത്ത് എഴുന്നേൽപ്പിച്ചതോർത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഓ ഹല്ലേലൂയ! തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദൈവശക്തി ഇറങ്ങി, പരിശുദ്ധാത്മാവിന്റെ പവർ ഇറങ്ങി. എല്ലാവരും ആത്മശക്തിയിൽ താഴെ വീണ് കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ താഴത്തു നിന്ന് സ്റ്റെപ്പിൽ കൂടി പാമ്പഴയണ പോലെ ഇണഞ്ഞ് താൻ മേടയിലേക്ക് വരിക. നിൽക്കാൻ ഒക്കുന്നില്ല. അവസാനം താൻ വന്ന് ജോസഫ് റിങ്കിളിന്റെ കാലെ കയറി പിടിച്ച് ആ ഷൂവിൽ അള്ളിപ്പിടിച്ച് കിടക്കുക. നോക്കിയപ്പോൾ ആരാ? ഡോക്ടർ വില്യം ബൂത്ത്. ജോസഫ് ചോദിച്ചു, സാർ ഇതെന്താ സാർ ചെയ്യണേ? പറഞ്ഞു. വില്യം ബൂത്ത് പറഞ്ഞു, ജോസഫ്, നിന്റെ ഷൂ ഞാനൊന്ന് പോളിഷ് ചെയ്യാം. സഹോദര, സഹോദരി, ഇത് നിന്റെ നിന്ന മാറുന്ന ദിവസങ്ങളാണ്. നിന്റെ മിനിസ്ട്രിയിൽ വീണ നിന്നയില്ലേ, ഉരുണ്ടു മാറാൻ പോകയാ. സഭയിൽ വീണ നിന്നയില്ലേ, സംഘടനയിൽ വീണ നിന്നയില്ലേ, ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. ഇത് മാന്യതയുടെ രാത്രി. അല്പസമയം കൈ അടിച്ച് അന്യഭാഷ പറഞ്ഞ് എല്ലാ ദൈവമക്കളും കർത്തൃദാസന്മാരും മാതാപിതാക്കന്മാരും യൗവനക്കാരും കമാൻ സെലക്ഷൻ കിട്ടിയവർ മുഴുവൻ പ്ലീസ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടിക്കൊണ്ട് സക്കറിയ ചെന്നിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വിളിച്ചു, സക്കറിയാവേ. ദൂതന് നിന്റെ പേരറിയാം. ദൂതന് നിന്റെ പേരറിയാമെങ്കിൽ ദൂതന് നിന്റെ ആവശ്യവും അറിയാം. കാരണം ആ ദൂതൻ തന്നെ വന്നതല്ല, ദൈവം അയച്ചിട്ട് വന്നതാണ്. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറയും.
ദൂതാണ്. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വരാൻ പോകുകയാണ്. ദൂതങ്ങോട്ട് കേട്ട് സെക്കരിയാവ് അതുവരെ വിറച്ച് നിന്നവൻ പിന്നങ്ങ് ഉറച്ചു നിന്ന്. എന്നിട്ട് ദൂതനോടൊരു ചോദ്യം, സാറ് ഇത് എന്തോന്നോർത്ത ഈ പറയണേ? എൻ്റെ അവസ്ഥ വല്ലതും അറിയാമോ? നോർമലി ന്യായമായ ചോദ്യമാണ്, പക്ഷേ ചോദിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ദൂതനോട് ചോദിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഹല്ലേലൂയ. നീയും നീളക്കപ്പായി ഇട്ടിരിക്കുന്നു, ഞാനും ശുഭ്രവസ്ത്രധാരിയാന്ന് പറഞ്ഞുകൊണ്ട് എന്തും അങ്ങോട്ട് പറയല്. ദൂതനാണ്, കെട്ടിയിട്ടേ പോത്തുള്ളൂ. ദൂതൻ പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? ഞാൻ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഗബ്രിയേലാകുന്നു. തക്ക സമയത്തുണ്ടാകുവാനുള്ള ഈ ദൂതന്റെ നിവൃത്തി ഉണ്ടാകുന്നത് വരെ ഇനി നീ അക്ഷരം പോലും മിണ്ടണ്ട. കെട്ടി ആള് പോയി. സംസാരശേഷി നഷ്ടപ്പെട്ടവനായി സെഖരിയാച്ചൻ ആലയം വിട്ട് പിരിയുകയാണ്. ആലയത്തിൽ നിന്ന് ശുശ്രൂഷാകാലം കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് വന്നു. എലിശബത്തിനെ കണ്ടു, വീട്ടിലെത്തി. ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മിനിസ്ട്രി? എൻ്റെ ഭാവനയാണ്. സെക്കരിയാച്ചന് ഭാര്യയോട് വല്ലതും പറയാൻ പറ്റുമോ? നാക്ക് കെട്ടിയിട്ട് ദൂതം പോയി ആളും മിണ്ടാണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയോ എലിശബത്തിനോട് കാര്യം ഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു കൊച്ചുണ്ടായപ്പോൾ പേരിടുന്ന സമയത്ത് പേര് എഴുതി കൊടുത്തെന്നാ ബൈബിള് പറയണേ. എഴുത്തുപലകയിൽ എഴുതി കൊടുത്ത്. ഇതുപോലെ എഴുത്തുപലകയിൽ വല്ലതും സംഭവം എഴുതി കൊടുത്ത് കാണാം. ഞാനിങ്ങനെ ആലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ദൂതൻ വന്നു. ഗബ്രിയേലായിരുന്നു. അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ദൂത് പറഞ്ഞു, യോഹന്നാൻ എന്ന് പേരിടും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ ആത്മാവിനാൽ നിറയും. ദൂതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്ത് കേട്ടാലും തിരിച്ചു ചോദിക്കുന്നൊരു സ്വഭാവം. ഞാനങ്ങ് ചോദിച്ചു, പക്ഷെ പുള്ളി എന്നെ കെട്ടിയിട്ടാ പോയത്. ഇത് മനസ്സിലാക്കി എലിസബത്ത് പണ്ട് നമ്മുടെ മറിയ പറഞ്ഞ പോലെ പറഞ്ഞു കാണും, കർത്താവിൻ്റെ ദാസിയാണേ, ഹിതം പോലെ ഭവിക്കട്ടെ. മറിയ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഹല്ലേലൂയ. ദേ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഹെബ്രോൻ്റെ മണ്ണിൽ, യഹൂദിയ മലനാട്ടിൽ ജനം മുഴുവൻ ഓട്ടം. എങ്ങോട്ടാ? സെക്കരിയാച്ചൻ്റെ വീട്ടിൽ ഒരു അത്ഭുതം ഉണ്ടായി. ഇതുവരെ അച്ഛന് കൊച്ചില്ല എന്ന് പറഞ്ഞു നടന്ന സകല നാട്ടുകാരും അച്ഛൻ്റെ നിന്നെ അറിഞ്ഞവർ ആ വീട്ടിലെ മാന്യത അറിയാൻ തുടങ്ങി. എൻ്റെ കൈ ഉയർത്തി ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളുടെ നിന്ന അനേകർ അറിഞ്ഞെങ്കിൽ നിങ്ങളുടെ മാന്യത അതിനേക്കാൾ കൂടുതൽ ജനം അറിയാൻ പോകുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി കര ഉയർത്തി അത് റിസീവ് ചെയ്യാൻ കഴിയും? ഇത് മാന്യതയുടെ കാലമാണ്. നിന്റെ വേദന ഒത്തിരി പേർ അറിഞ്ഞെങ്കിൽ നിന്റെ സന്തോഷം ആയിരങ്ങൾ അറിയാൻ പോകുകയാ. ഇത് നിന്നയുടെ സമയമല്ല, മാന്യതയുടെ സമയമാണ്. കൊച്ചു ജനിച്ചു. പിന്നെ റിലേറ്റീവ്സ്, ചാർച്ചക്കാർ, സ്വന്തക്കാർ, ബന്ധക്കാരെല്ലാം വീട്ടിൽ വന്നു. ഇതുവരെ ഒത്തിരി ആളൊന്നും ഇല്ലായിരുന്നു. അത് അല്ലെങ്കിലും അങ്ങനെ നിന്ന് ചുമക്കുമ്പോൾ അധികം ആളൊന്നും കാണുകയില്ല. പക്ഷെ മാനിക്കപ്പെട്ട് കഴിയുമ്പോൾ പറഞ്ഞു, അത് ഞങ്ങളുടെ അമ്മയുടെ ആങ്ങളയുടെ പിന്നെ അങ്ങ് ബന്ധക്കാരുടെ ബഹളാണ്. എല്ലാവരുടെ വന്ന് എന്തിനാ വന്നെന്നറിയാവോ? പേരിടാൻ വന്നത്. പേര് ഇട്ടുകൊടുത്ത ആളെ വിട്ടേക്കുന്നേ. ഓൾറെഡി സ്വർഗം സൈൻ ചെയ്ത് വിട്ടിരിക്കുക, ആടെ പേരേ കൊടുത്തിരിക്കുക. അപ്പോൾ ചാർച്ചക്കാരും അച്ചാച്ചന്മാരെല്ലാം കൂടി ചേർന്ന് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഏതായാലും നമ്മുടെ സെക്കരിയാച്ചൻ ഇങ്ങനെ അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് അച്ഛൻ്റെ പേര് തന്നെ ഇടാം. എൻ്റെ പൊന്നോ, അച്ഛന് സംസാരിക്കാനേ പറ്റാത്തുള്ളൂ, നന്നായിട്ട് കേൾക്കാം. അച്ഛനറിയാം ഇതെൻ്റെ കെട്ടുപൊട്ടുന്ന സമയമാണ്, നാവിൻ്റെ കാര്യം. ഇതുണ്ടാകുമ്പം കെട്ടുപൊട്ടുവെന്നാ. ഇവന്മാരെല്ലാം കൂടി എൻ്റെ നാവിൻ്റെ കെട്ടുപൊട്ടിക്കാൻ സമ്മതിക്കുകയല്ല. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നിൻ്റെ ബന്ധനം അഴിയേണ്ട സമയത്ത് അമ്മാച്ചനെ, അനന്തരവനെ, അങ്കിളിനെയും ചാർച്ചക്കാരനെയും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദിസ് ഈസ് യുവർ ടൈം, ദിസ് ഈസ് യുവർ സീസൺ. ഇത് നിന്റെ ടൈമാണ്, നിന്റെ സീസണാണ്. നിന്റെ ബന്ധനം അഴിയേണ്ട സമയത്ത് അവരെ ഇവരെ നോക്കിയിരിക്കരുത്. കർത്താവിലേക്ക് വരാനുള്ള ടൈമാണിത്. സ്നാനമേൽക്കാനുള്ള സമയമാണിത്. പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാനുള്ള സമയമാണിത്. കളയരുത്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അവസാനം എലിശബത്തിനോട് ചോദിച്ചു, നീ എന്ത് പറയുന്നു? എലിശബത്ത് പറഞ്ഞു, യോഹന്നാൻ എന്നുള്ള പേരുണ്ട്. സെക്കരിയാച്ചനോട് പറഞ്ഞു, നീ എന്താണ് നിന്റെ അവസാനം, നിനക്ക് അവസാനമായി പറയാനുള്ള പേര്? താൻ പറഞ്ഞു, എനിക്കൊരു എഴുത്തുപല കഥ ഞാൻ എഴുതി തരാം. താൻ ആ പണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് ദൂതപ്രത്യക്ഷത ഉണ്ടായ ആ പ്രത്യക്ഷത ഒന്ന് ഓർത്തിട്ട് യോഹന്നാൻ എന്ന പേര് എഴുത്തുപലകയിൽ എഴുതി യോഹന്നാൻ എന്നെഴുതി ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അപ്പന്റെ നാവിന്റെ കെട്ട് പൊട്ടി. അതുവരെ പുരോഹിതനായിരുന്നവൻ ബൈബിൾ പറയുന്നു പ്രവചിക്കാൻ തുടങ്ങി.
ഈ ചില മക്കൾ ഇങ്ങനെയാ, അവരുടെ ജനനം പോലും അത്ഭുതകരമാണ്. മോസസൊക്കെ ഉണ്ടായി 3 മാസം കഴിഞ്ഞപ്പോൾ സാലറി, ശമ്പളം പാലസിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് വന്നെന്നല്ലേ വചനം പറയും. എൻ്റെ കൈ ഉയർത്തി ഞാൻ നിങ്ങളുടെ മക്കളെ ബ്ലെസ് ചെയ്യുകയാ. എല്ലാ പേരൻസും എല്ലാ മാതാപിതാക്കന്മാരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മക്കളെ ഒന്ന് ബ്ലെസ് ചെയ്താട്ടെ. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. ആ കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച്, യേശുവേ ഞങ്ങളുടെ തലമുറകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുകയാ. ആമേൻ. യോഹന്നാൻ വളരാൻ തുടങ്ങി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ കൂടെ ഉണ്ടായിരുന്നു. വളർന്നു വരികയാണ്, വളർന്നു വന്നു. ഈ സെയിം സമയം മറിയുടെ വീട്ടിലും ദൈവപ്രവൃത്തി. യേശു കർത്താവ് ജനിച്ചു. യോഹന്നാൻ ഒരു സ്ഥലത്ത് വളരുന്നു, യേശു മറ്റൊരു സ്ഥലത്ത് വളരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ പോവാ. എങ്ങോട്ട് പോവാ? യേശുവിനെ പറയാൻ. എന്ന് വെച്ചാൽ അവന് വഴിയൊരുക്കുവാൻ. അവനെവിടെ? നസറെത്തി. എവിടെ? വീട്ടിലിരിക്കുന്നവനെ പറയാൻ, യെസ് ഞാൻ വീട് വിടുകയാ. തന്നെങ്ങോട്ടാ പോയെ? മരുഭൂമിയിലേക്ക്. ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടുതേനും വെട്ടുക്കിളിയും കഴിച്ച് യോഹന്നാൻ പ്രസംഗിക്കാൻ മരുഭൂമിയിലെത്തി. താൻ വിളിക്കുന്ന പദങ്ങൾ ഷാർപ്പാണ്, ശൗര്യമുള്ളതാണ്. അയ്യോ, മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്ന പദം കുറച്ച് കട്ടിയാണ്. സർപ്പസന്തതികളെന്നാ യോഹന്നാൻ വിളിക്കണേ. അപ്പോ ഇങ്ങനെ വിളിച്ചിട്ടും ജനം കുറയുന്നില്ല. എന്നാ കാര്യം? ദൈവം ഏൽപ്പിച്ച അഭിഷേകം എന്ന് പറഞ്ഞ് നമ്മളാരും യോഹന്നാൻ ആകണ്ട കേട്ടോ. സ്തോത്ര. അവരവരായി നിന്നാ മതി. പറഞ്ഞേ ആമേ. പോരാ കമൺ ചേർന്ന് ഹല്ലേലൂയ. യോഹന്നാൻ സംസാരിക്കുക ജനത്തോട്. പട്ടാളക്കാർ വന്നു, സോൾജിയേഴ്സ് വന്ന് അവരോട് സംസാരിക്കുക. സകല ജനവും യോഹന്നാൻ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, വാ നമുക്ക് യോർദാനോളം പോകാം. എന്താ അവിടെ വെള്ളത്തിൽ ഒരു ശുശ്രൂഷയുണ്ട്. നേരെ എല്ലാവരുമായി യോർദാൻ നദിയിലേക്ക് പോയി. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മാനസാന്തര സ്നാനം കഴിപ്പിക്കാൻ പോകുകയാ. യോഹന്നാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ജനം മുഴുവൻ ലൈനായി വന്നു നിൽക്കുന്നു. ഈ സമയം നസറത്തിൽ നിന്ന് കാൽനടയായി നസറായനായ യേശു നടന്ന് യോർദാനോളം വന്നു. ഈ ലൈനിൽ സ്ഥാനം പിടിച്ചു. ഓരോരുത്തർ വന്ന് യോഹന്നാന്റെ കൈ കീഴെ സ്നാനമേറ്റ് കരയിലേക്ക് കയറുന്നു. അടുത്തയാൾ വരുന്നു, സ്നാനമേൽക്കുന്നു. താൻ ആമൻ വെള്ളത്തിലേക്ക് കയറുന്നു. ആമൻ അടുത്ത ആൾ വരുന്നു, യോഹന്നാൻ സ്നാനമേൽപ്പിക്കുന്നു. ആമൻ കരയിലേക്ക് കയറുന്നു. അടുത്ത ഊഴം നസറായനായ യേശു വന്നു നിൽക്കുകയാ. കൈ ഉയർത്തി സ്നാനപ്പെടുത്താൻ വേണ്ടി കണ്ണു തുറന്ന് യോഹന്നാൻ നോക്കുമ്പോൾ ആരാ വന്നിരിക്കുന്നറിയാമോ? നസറായനായ യേശു വന്നിരിക്കുകയാ. ഉയർത്തിയ കരം താഴ്ത്തി കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഗുരു അവിടുന്ന് എന്നെ സ്നാനപ്പെടുത്തണ. യേശു പറഞ്ഞു, നോ, നീ എന്നെ സ്നാനപ്പെടുത്തണ. യോഹന്നാൻ പറഞ്ഞു, അങ്ങനെ അല്ല ഗുരു, അവിടുന്ന് എന്നെ സ്നാനപ്പെടുത്തണ. യേശു പറഞ്ഞു, നോ യോഹന്നാനെ, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നിനക്കും എനിക്കും ഉചിതമായ കാര്യമാ. യോഹന്നാൻ വിറയ്ക്കുന്ന കര ഉയർത്തി. യോഹന്നാന് മനസ്സിലായി, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയും ആവസിക്കുകയും ചെയ്യുന്നത് നീ കാണുമോ, അവൻ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവനാകും എന്ന് ദൈവത്തിന്റെ ശബ്ദം പ്രാപിച്ച യോഹന്നാൻ യേശു കർത്താവിനെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഉടനടി സ്വർഗം തുറക്കുകയാ. യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് വെൺപുറാവെ പോലെ യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്ന് യേശുവിന്റെ മേൽ ആവസിക്കുന്നത് യോഹന്നാൻ കാണുകയാ. ഓ ജീസസ്, ഇന്ന് രാത്രി ഞാൻ സഭയോട് കൈമാറുകയാ. ജ്ഞാനസ്നാനമേൽക്കാതെ ഒരാളെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇവിടെ ഒരു ആരാധന നടക്കാൻ പോകുകയാ. സമയം കളയരുത്. ഇത് നിന്റെ ബെസ്റ്റ് ടൈമാണ്. ആരോടും ആലോചന ചോദിക്കാൻ നിൽക്കരുത്. യേശു നിന്നെ വിളിക്കുകയാ. സ്വർഗം തുറന്ന പിതാവ് ഡിക്ലെയർ ചെയ്തു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനം കഴിഞ്ഞ് ആത്മശക്തിയോടെ യേശു യോർദാൻ വിട്ട് ഗലീലയിലേക്ക് മടങ്ങി. ജനം മുഴുവൻ യോഹന്നാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ദേ ആ പോകുന്ന ആളെ കണ്ടോ, അവൻ്റെ കൂടെ പോക്കോ.
ഇനി എൻ്റെ കൂടെ നിൽക്കണ്ട. അതാരെന്നറിയാമോ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണവൻ. ആ പോകുന്നത് ആരെന്നറിയാമോ? മണവാളനാ പോകുന്നേ. അവര് ചോദിച്ചു, നീയല്ലേ മണവാളൻ? നോ, മണവാട്ടിയുള്ളവനാ മണവാളൻ. അപ്പൊ പിന്നെ നീ ആരാ? ഞാൻ ആ മണവാളന്റെ ഫ്രണ്ടാ, സ്നേഹിതനാ. ഞാനിപ്പോ ഒത്തിരി സന്തോഷം, എൻ്റെ സന്തോഷം സമ്പൂർണമായി. കാര്യം എനിക്ക് മണവാളന്റെ സ്വരം കേൾക്കാൻ പറ്റി. മണവാട്ടിയുള്ളവനാ പോകുന്നേ, കൂടെ പൊക്കോളാൻ പറഞ്ഞു. പണ്ടത്തെ മീറ്റിങ്ങുകളില്ല, ജനമൊന്നുമില്ല. ഹെരോദാവ് അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യേശു കർത്താവ് കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാനെ ഒന്നും വിടുവിക്കാൻ പോയില്ല. ഇരുൾ മൂടിയ പകുതിയിൽ, ഇരുൾ മൂടിയ ദേശത്തെ വിടുവിക്കാൻ ഗലീലയിൽ ഓടി നടക്കുന്ന യേശു ഇങ്ങനെ കാരാഗൃഹത്തിൽ കുറെ നാള് അഴി എണ്ണിക്കൊണ്ട് ഇങ്ങനെ പാർക്കുമ്പോ ഒരു ശിഷ്യൻ വന്നു യോഹന്നാനെ കാണാൻ. യോഹന്നാൻ ചോദിച്ചു, എന്തിയേ? നസറായനായ യേശു ഉണ്ട് ഗലീലായിൽ, നീ പോയി ചോദിക്കേ. സത്യം പറ, അവൻ തന്നെ ആണോ മിശിഹ? വരാനുള്ളവൻ അവൻ തന്നെ ആണോ? ഞാനാ സ്നാനം ഏൽപ്പിച്ചേ, പരിശുദ്ധ അമ്മ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചത് മരത്തിന്റെ ചവിട്ടി കോടാലി വെച്ചിട്ടാ ഞാൻ ഈ കാരാഗൃഹത്തിലോട്ട് പോന്നേ. ആ കോടാലി എടുത്ത് ഹെരോദാവിനിട്ടൊന്ന് കൊടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്തുമെന്നാ ഞാൻ വിചാരിച്ചേ. മശിഹ കോടാലി കൊണ്ടല്ല മിനിസ്ട്രി ചെയ്യുന്നത്, അവന്റെ മിനിസ്ട്രി സ്നേഹമാണ്. നീ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇവൻ ഓടി വന്നു. ആയിരക്കണക്കിന് ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് മിനിസ്റ്റർ ചെയ്യുന്ന യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇവൻ വന്നിട്ട് ചോദിച്ചു, ഗുരു, ഞാൻ യോഹന്നാന്റെ ശിഷ്യനാണ്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് പറഞ്ഞു, നീ തന്നെയാണോ വരാനുള്ളവൻ, അതോ ഞാൻ മറ്റൊരാളെ കാത്തിരിക്കണം? ഉടനെ യേശു പറഞ്ഞു, നീ കാണുന്നതും കേൾക്കുന്നതും എന്താണോ യോഹന്നാനോട് പോയി പറയാൻ പറഞ്ഞു. അവൻ കണ്ടു കേട്ടു. അവൻ ഓടിപ്പോയപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. നമ്മളാണ് എന്നാ പറയും, കണ്ടോ ഇപ്പൊ ആ പുള്ളി വന്നിട്ട് പറഞ്ഞിട്ട് പോയ എന്നാന്നറിയാവോ? പുള്ളി അവിശ്വാസിയായി പോയി, ഭയങ്കര ഫയറായിട്ട് നിന്നതാ. ഇതൊക്കെ നമ്മൾ പറയണേ. യേശു എന്താ പറയുന്നേ? അവൻ പോയി കഴിഞ്ഞപ്പോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതാ യേശു. യേശുവിൻ്റെ വാക്ക് അതുപോലെ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. യേശുവിൻ്റെ മനസ്സുള്ളവർക്കായി സ്തോത്രം. ഇവൻ ഓടി വന്നു. യോഹന്നാൻ ചോദിച്ചു, എന്തു പറഞ്ഞു യേശു? അവൻ തന്നെയാണോ? നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിന്നോട് വന്ന് പറയാൻ പറഞ്ഞു. എന്താ നീ കണ്ടേ? എന്താ നീ കേട്ടെ? ഗുരു, അവൻ മശിഹ തന്നെയാ. എന്ന് വെച്ചാ ഗുരു, നമ്മൾ മിനിസ്റ്റർ ചെയ്ത് വന്നപ്പോൾ ആ സൈഡിൽ നിന്നുകൊണ്ട് ബെഗ് ചെയ്ത് ഭിക്ഷാടനം നടത്തിയൊരു ബർത്തിമായി ഓർക്കുന്നുണ്ട്. യെസ്, അവന്റെ കണ്ണു തുറന്നു ഗുരു. ആര്? യേശു മിശിഹ. ഗുരു, കുഷ്ഠരോഗികളുടെ ലെപ്രസി സ്ട്രീറ്റ്, കുഷ്ഠരോഗികൾ ഒരുമിച്ചിരുന്ന ആ സ്ഥലം. യെസ് ഗുരു, കുഷ്ഠരോഗികളൊന്നും ഇന്ന് കുഷ്ഠരോഗികളായിട്ട് അവിടെ ഇല്ല. അവരെ യേശു തൊട്ട് അവർ സൗഖ്യമായി. ഗുരു, നമ്മുടെ ബെഥാനിയിലെ ലാസറിനെ, യെസ് ഗുരു മരിച്ചു പോയായിരുന്നു. 4-ാം ദിവസം ബെഥാനിയെ ചെന്ന് യേശു ഉയർപ്പിച്ചു. ഗുരു, ശവമടക്ക് നടക്കാത്ത ഒരു നാടായിട്ട് ഇപ്പൊ ഗലീല മാറിയിരിക്കുക. ഗുരു, ജനം മൊത്തം അവന്റെ പുറകെ. 5 അപ്പം മതി ഗുരു 5000 അവന് പോഷിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ കടൽ മീതെ നടക്കുകയാ. അടക്കാൻ വേണ്ടി സെമിത്തേരിയിലേക്ക് പോയ നയീനിലെ വിധവയുടെ കൊച്ചിനെ വഴിയിൽ വെച്ചാണ് അവൻ ഉയർപ്പിച്ചത്. ഗുരു, അവൻ തന്നെയാ മശിഹ. ആഴിയിലെ പിടുത്തം വിട്ട് നിലത്ത് മുട്ടുമടക്കി യോഹന്നാൻ കരമുയർത്തി പറഞ്ഞു കാണും, അവൻ വളരട്ടെ, ഞാൻ കുറയാ.
അവൻ യെരൂശലേമിൽ വളരട്ടെ, ഞാൻ ഈ കാരാഗൃഹത്തിൽ കുറയാ. അവൻ ഗലീലായിൽ വളരട്ടെ, ഞാൻ ഈ കാരാഗൃഹത്തിൽ കുറയാ. അവൻ തിരുവരമ്പ് ദേശത്ത് വളരട്ടെ, ഞാൻ ഇവിടെ കുറയാ. അവൻ തമിഴ്നാട്ടിൽ വളരട്ടെ. കമാൻ, എന്നോട് ചേർന്ന് കരമുയർത്തി എത്ര പേർ ഡിക്ലെയർ ചെയ്യാ? അവൻ പെരുകട്ടെ, അവൻ പെരുകട്ടെ, അവൻ വളരട്ടെ. കമാൻ, കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് ഉറക്കെ പറ, യേസ് ലോർഡ്, അവൻ വളരട്ടെ. കുറഞ്ഞു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകയാ. ഒരു നിമിഷം ചാടി എഴുന്നേൽക്കാം. ദൈവത്തിന് മുമ്പിൽ എളുപ്പം നിൽക്കുവാ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഒരുമിച്ച് ചേർന്ന് 1-2 മിനിറ്റുകൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകയാ. ഇന്ന് രാത്രി യേശു കർത്താവ് നിന്നെ വിളിക്കുകയാ. കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കാം. അവന്റെ വിളി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എടുക്കാത്തവർ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. തലയ്ക്ക് മുകളിൽ പല പല കരങ്ങൾ ഉയരുന്നുണ്ട്. ഉയരട്ടെ, ഉയരട്ടെ. ധൈര്യത്തോടെ കര ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. വായ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനൊന്ന് കൈ ഉയർത്താനാണ് പാട് സഹോദരങ്ങളെ. കാര്യം ഇത് പിശാചിൻ്റെ കോട്ടകളെ ഇടിച്ചിട്ട് തമ്പുരാന്റെ വിടുതൽ ചില വീട്ടിൽ വെളിപ്പെടാൻ പോകുകയാ. തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, തലയ്ക്ക് മുകളിൽ ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. പാസ്റ്റർ, ഞാൻ ഇതുവരെ ജ്ഞാനസ്നാനം എടുത്തിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, 10 കരങ്ങൾ സഹോദരിമാരുടെ ഭാഗത്ത് ഉയരുന്നത് ഞാൻ കാണുന്നു. യെസ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരിക്കൽ കൂടി അവർ ആ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടിക്കുക. ഒരിക്കൽ കൂടി എനിക്ക് കാണാൻ വേണ്ടി ആ കൈ ഉയർത്താൻ ആവശ്യപ്പെട്ടത്. ആമേൻ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുകയാ. യേശു നിന്നെ സ്നേഹിക്കുക. യേശു നിന്നെ വിളിക്കുകയാ. ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കൈ ഉയർത്തിയവർ ദയവായി നടന്ന് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. എവറി സെഷൻസ്, എവറി കൺവെൻഷൻസ് വാട്ടർ കോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റം മാറ്റുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഐ റിയലി സോറി. ഒരാളെങ്കിലും വിടുവിക്കപ്പെട്ടാൽ അത്രയും നല്ലതാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. എല്ലാ ദൈവമക്കളും ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഉമ്മയെ ആരാധിപ്പേൻ അഴകേ, എന്നെ മன்னிக்க வந்த அழகே, உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே, உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. ஆயிரங்கள் பார்த்தாலும் கோடி சனம் இருந்தாலும் இயேசுவை போல் அழகு என்று கண்டுபிடிக்கலையே. ஆயிரங்கள் பார்த்தாலும் கோடி சனம் இருந்தாலும் உம்மை விட அழகு என்று கண்டுபிடிக்கலையே. நான் உங்களை மறந்த போது நீங்க அல்ல மறக்க, நான் அட மனுஷன் மறந்த நீங்க மறக்கலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே, உம்மை பாட உம்மை புகழ
ஒரு நாவும் பத்தலையே உம்மை ஆராதிக்க என்னை மன்னிக்க வந்த உம்மை பாட ஒரு നാവും. എത്ര പേര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറ്? എനിക്കറിയത്തില്ല എത്ര പേര് ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്ന്. എത്ര പേര് വന്ന് നിന്നാലും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഈ കൈ ഉയർത്തി ഫ്രണ്ടിൽ വന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചർച്ചിലെ പാസ്റ്റർ എൻ്റെ കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാനല്ല ഇവിടെ വില കൊടുത്തത്, പാസ്റ്റർജിയാണ്. ഇവിടെ കഷ്ടപ്പെടുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് പാസ്റ്റർജിയാണ്. പാസ്റ്റർ എല്ലാ ദൈവമക്കളും വായ തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ദൈവദാസന്മാർ പലരും വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിടത്തെങ്ങും ആരും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട്, കാരണം ഓരോ സിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പാസ്റ്റർജിയെ മാത്രം ഇൻവൈറ്റ് ചെയ്ത്. ഐ എം റിയലി സോറി. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അല്പസമയം ആ കൈ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു ഗ്രൂപ്പായിട്ട് ജനം ഇവിടെ ബാപ്റ്റിസം എടുക്കട്ടെ, ഗ്രൂപ്പായിട്ട് ജനം ബാപ്റ്റിസം എടുക്കട്ടെ. കമോൺ, പ്രാർത്ഥിക്കുക. Rimana hatariga baushamthala ya bakana ratta katar bahasi antali ya bakana. Thank you Holy Spirit of God. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അന്യഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. രട്ട ഖബ്ര ബാബാ ബാബാ, കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ കൽപ്പിക്കുന്നു, ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ആ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് Rata kabra bakalai sata kabra bakasi antania rata kabra bakasi rata kabra. Hallelujah. வல்லமை மாட்சிமை நிறைந்தவரே, மகிமைக்கு பாத்திரரே. ஓ வல்லமை மாட்சிமை நிறைந்தவரே, மகிமைக்கு பாத்திரரே. ஆராதனை உமக்கே, ஆராதனை உமக்கே. எஸ், ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே. ஹல்லேலூயா. ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே. ஹல்லேலூயா. ஆராதனை உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழசை. ஓ துணையாளரே, துதிக்கு பாத்திரரே, தூயவரே என் துணையாளரே, துதிக்கு பாத்திரரே. ஆராதனை உமக்கே, ஆராதனை, ஆராதனை உமக்கே. ஹல்லேலூயா. ஆராதனை உமக்கே. ஓ ஆராதனை, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை, ஆராதனை. ஹல்லேலூயா. தின நேரங்களில் உம் கிருபை தந்தீரையா, எந்தன் பலவீன நேரங்களில் உன் கிருபை தந்தீரையா. சுராஜா என் பலனாலே எதற்கு பயமில்லையே. சுராஜா என் பலனாலே எதற்கு பயமில்லையே. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே. ஹல்லேலூயா. ஆராதனை உமக்கே. ஹல்லேலூயா. ஆராதனை உமக்கே. எந்த உயிருள்ள நாள்களெல்லாம் உம்மை புகழ்ந்து பாடிடுவேன். எந்த உயிருள்ள நாள்களெல்லாம் உம்மை புகழ்ந்து பாடிடுவேன். ஓ ராஜா
நீ செய்த நன்மைகளை எண்ணிய துதித்திடுவே. ராஜா நீ செய்த நன்மைகளை எண்ணிய துதித்திடு. ராஜா உமக்கு രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന. അപ്പാ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകം നിന്റെ കൈ തരുന്നു. അവരുടെ വീട് മുഴുവൻ വിടിവിക്കപ്പെടട്ടെ. ആക്ട്സ് ചാപ്റ്റർ 16 വീട് അടക്കം സന്തോഷിച്ചു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ, ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു.